പൊതുമേഖല സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്നു എന്ന പ്രചാരണം ശരിയല്ലെന്ന് മന്ത്രി പി രാജീവ് 24നോട്. നവകേരള രേഖ പൊതുമേഖലയെ ശക്തിപ്പെടുത്താനാണ്. CPM സംസ്ഥാന സമ്മേളനം തുടർ ഭരണത്തിലേക്കുള്ള ചുവടുവയ്പ്പെന്നാണ് ഡോക്ടർ ടി എം തോമസ് ഐസക് 24നോട് പറഞ്ഞത്. വികസന പദ്ധതികളിൽ നിന്ന് യൂസർ ഫീ ഈടാക്കാനുള്ള തീരുമാനം സമ്മേളനത്തിൽ എടുത്തിട്ടില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണനും 24നോട് പറഞ്ഞു. കുറെ കൂടി ശക്തിപ്പെടുത്തി പുതിയ കേരളം എങ്ങനെ മുന്നോട്ട് പോകണം ഇത് സംബന്ധിച്ചുള്ള ഒരു രൂപരേഖ ഈ സമ്മേളനവും ചർച്ച ചെയ്യുന്നു. വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒന്നായി തന്നെ ഈ സമ്മേളനം മാറുമെന്നാണ് കണക്കാക്കുന്നത്. ഇതിപ്പോൾ പൊതുമേഖലാ സംവിധാനങ്ങൾ ഒരു ഘട്ടത്തിൽ ഒരു തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെയാണല്ലോ. ഇങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ള സമ്മേളനം അംഗീകരിച്ച രേഖയിലായിരിക്കും അതിൻ്റെ അവസാന രൂപം വരിക. ആ രേഖ സ്വാഭാവികമായിട്ട് ഞങ്ങൾ അംഗീകരിച്ചാലും ഒരു ഇടതുപക്ഷ ഭരണത്തിൻ്റെ മാർഗ്ഗരേഖയാകുമ്പോൾ ഇടതുപക്ഷ മുന്നണി അത്തരം രേഖയെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായങ്ങളും പ്രധാനപ്പെട്ടതാണ്. പൊതുസമൂഹത്തിൻ്റെ ഈ നല്ല പിന്തുണയോടുകൂടി ഈ രേഖയുടെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൊല്ലം സമ്മേളനം മൂന്നാം തുടർ ഭരണത്തിലേക്കുള്ള വലിയൊരു കാൽവെപ്പാണ്. പാർട്ടിയിൽ തിരുത്തേണ്ടതായിട്ടുള്ള തെറ്റായ പ്രവണതകളൊക്കെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി പാർട്ടിയാകെ യോജിപ്പിച്ച സമ്മേളനമാണ്. കുറച്ച് നാളുകളായിട്ട് പാർട്ടിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പൊതുമണ്ഡലത്തിലുള്ള മുന്നോട്ടുള്ള വികസനത്തിൻ്റെ പുതിയ നിർദ്ദേശങ്ങളും പാർട്ടിയുടെ മൊത്തം കാഴ്ചപ്പാടാക്കി മാറ്റുന്ന സമ്മേളനമാണ്. അതിൻ്റെ മേലൊന്ന് അവസാന തീരുമാനമൊന്നും എടുത്ത് അതെല്ലാം പരിശോധിക്കാവുന്നതാണെന്നാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു വീക്ഷണം. അപ്പോൾ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ഏതെല്ലാം വഴികൾ തേടണം അതിനുള്ള ആലോചനയ്ക്ക് വേണ്ടിയുള്ള ചില പ്രപ്പോസലാണ് ഈ രേഖയുടെ ഭാഗമായിട്ട് മുമ്പോട്ട് കൊണ്ടുവന്ന് അത് ഈ രേഖ അംഗീകരിച്ചതിന് ശേഷം ഇതിൻ്റെ പ്രായോഗിക പ്രവർത്തനങ്ങൾ എങ്ങനെ ഇതെല്ലാം പാർട്ടിയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും ചർച്ച നടത്തി അവസാന രൂപം കൈക്കൊള്ളുന്നതാണ്. കൊയിലോൺ ബീച്ച് ഹോട്ടലിൽ നിന്ന് ദീപക് ധർമ്മടം ഇപ്പോൾ ചേരുകയാണ്. ദീപക്, ഗുഡ് മോർണിംഗ്. ദീപക്, ഇവരായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ ദീപക് പ്രത്യേകിച്ച് ഇന്ന് സമ്മേളനം അവസാനിക്കാനിരിക്കെ എന്തൊക്കെയാണ് പറയാൻ കഴിയുന്നത്? SKN ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യൂസർ ഫീസ് എന്നുള്ള കാര്യം നയരേഖ അംഗീകരിക്കുമ്പോൾ അതൊരു പ്രഖ്യാപനമായി ഉണ്ടാകില്ല. അതായത് യൂസർ ഫീസ് വാങ്ങിക്കാൻ വേണ്ടി പാർട്ടി തീരുമാനിക്കില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. കാരണം കേന്ദ്ര സാമ്പത്തിക ഉപരോധത്തെ മറികടക്കാൻ തനത് വരുമാനം, സ്വന്തം വരുമാനം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ അതിൽ സാധാരണ ജനങ്ങളെ, അടിസ്ഥാന ജനവിഭാഗത്തെ ബാധിക്കാത്ത വിധത്തിൽ വേണം എന്നുള്ള നിലയിലാണ് നയരേഖ അംഗീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. ഇന്ന് 11 മണിക്ക് സമ്മേളന നടപടി ആരംഭിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഇനം തന്നെ നയരേഖയുടെ ചർച്ചയ്ക്കുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മറുപടിയാണ്. ആ മറുപടിയോടുകൂടി നയരേഖ പാർട്ടി സമ്മേളനം അംഗീകരിച്ച് പാർട്ടി രേഖയായി മാറും. അതിനുശേഷം LDF ഇത് ചർച്ച ചെയ്യും. LDF ചർച്ച ചെയ്ത ശേഷമായിരിക്കും സർക്കാർ ഇത് നടപ്പിലാക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 വിഷയങ്ങളിലാണ് ഏറ്റവും ആരോപണങ്ങൾ പാർട്ടിക്കെതിരെ വരാൻ സാധ്യതയുള്ളത്. ഒന്ന് യൂസർ ഫീസ് ടോൾ ഏർപ്പെടുത്തുന്നതാണ്. മറ്റൊന്ന് ഈ പൊതുമേഖലയെ സ്വകാര്യവൽക്കരിക്കും എന്നുള്ള പ്രചരണവും. അത്തരം പ്രചരണം ശക്തമായിട്ടുണ്ട് എന്ന് പി രാജീവ് തന്നെ നമ്മളോട് പറഞ്ഞു. പക്ഷേ അതിന് അടിസ്ഥാനമില്ല. മാത്രവുമല്ല EMS തന്നെ പണ്ട് നയപ്രഖ്യാപനത്തിൽ പറഞ്ഞതാണ് സ്വകാര്യ മേഖലയിലെ നിക്ഷേപങ്ങളിലേക്ക് സർക്കാർ പങ്കാളികളാകണമെന്നുള്ളത്. അത്തരമൊരു സാഹചര്യത്തിൽ ഏറ്റവും പൂട്ടിപ്പോകുന്ന ഒരു രക്ഷയുമില്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് അത്തരമൊരു സാധ്യത പരിശോധിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് യൂസർ ഫീസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനവും എടുത്തില്ല എന്ന് TP രാമകൃഷ്ണൻ പറയുന്നു. ഏതായാലും ഇന്നിപ്പോൾ രേഖ അംഗീകരിക്കുന്നു. രേഖ അംഗീകരിച്ചു കഴിഞ്ഞാൽ സംസ്ഥാന കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കും. അതിന് മുന്നോടിയായുള്ള സംസ്ഥാന കേന്ദ്ര യോഗം, അത് കഴിഞ്ഞ് സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരം വാങ്ങിക്കൽ, തുടർന്ന് സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികൾ, അതായത് പുതിയ സംസ്ഥാന കമ്മിറ്റിയെ തെരഞ്ഞെടുക്കലാണ് നടക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നയരേഖ അംഗീകരിച്ചു കഴിഞ്ഞാൽ സമ്മേളനത്തിൻ്റെ പ്രധാന ചടങ്ങുകൾ കഴിയുന്നു, പ്രധാന നടപടികൾ കഴിയുന്നു. പിന്നീട് നേരത്തെ തീരുമാനിച്ച പ്രകാരമുള്ള ക്രെഡൻഷ്യൽ വെച്ചുകൊണ്ടുള്ള പുതിയ സംസ്ഥാന കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പാണ്. ഏതാണ്ട് 16ഓളം പേർ പുതിയ സംസ്ഥാന കമ്മിറ്റിയിൽ വരുമെന്നാണ് SKN ലഭിക്കുന്ന സൂചന. ഓക്കെ, താങ്ക് യു ദീപക് ധർമ്മടം.